ഇറാനെ സമ്മർദ്ദതന്ത്രങ്ങളിലൂടെ കരാറിലേക്ക് കൊണ്ടുവരാൻ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 35 ഇറാനിയൻ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മേൽ യു.എസ്. പുതുതായി ഉപരോധം ഏർപ്പെടുത്തി. ഇറാൻ സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ ഇതുവരെ തീരുമാനം അറിയിച്ചിട്ടില്ല. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ തങ്ങളോട് അപേക്ഷിച്ചതായി ട്രംപ് അവകാശപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഗൾഫ് രാഷ്ട്രത്തലവന്മാർ സൗദി അറേബ്യയിൽ കൂടിക്കാഴ്ചയും നടത്തി. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഈ 35ഓളം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെയാണ് ഈ ഉപരോധമെന്ന് പറയുന്നത്. ഇവർ ഇറാനെ സാമ്പത്തികമായി സഹായിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം. ആയുധങ്ങൾ വാങ്ങാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ സൈനികപരമായും ഒക്കെയുള്ള സഹായങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ആരോപണമാണ്. ഇപ്പോൾ ഇവരെ അമേരിക്കയിലടക്കമുള്ള ഇവരുടെ ആസ്തികൾ മരവിപ്പിക്കും എന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഇറാനെ സാരമായി ബാധിക്കുന്ന ഒന്നാണോ? രഞ്ജിത്ത്, നമുക്കറിയാം ഇറാൻ ഒരിക്കലും ഒരു സ്വയം പര്യാപ്തതയുള്ള രാജ്യമല്ല. മറ്റെല്ലാ രാജ്യങ്ങളുടെ പിന്തുണയും അതുപോലെ സഹകരണവും അവർക്ക് എല്ലാ കാലത്തും കൂടിയേ തീരുന്നുള്ളൂ. ഈ യു.എസ്. ഇറാന് മേൽ ഈ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങൾ കുറേയായി. പക്ഷേ അവർക്ക് പല കാര്യങ്ങളിലും സാമ്പത്തിക സഹായങ്ങളാണെങ്കിലും മറ്റ് പല മേഖലകളിലുമുള്ള അവർക്ക് ഈ സഹകരണങ്ങളാണെങ്കിലും അതെല്ലാം തുടർന്നും നടന്നു പോയിരുന്നു. ഇത് ഇറാൻ്റെ ഒരു ഷാഡോ ബാങ്കിങ് ശൃംഖല വഴിയാണ് ഇത്തരമൊരു പ്രവൃത്തികൾ നടന്നു പോയിരുന്നത് എന്നതാണ് യു.എസിൻ്റെ ഒരു നിഗമനമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷാഡോ ബാങ്കിങ് ശൃംഖലയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഇത്തരം സ്ഥാപനങ്ങൾക്കും അതുപോലെ വ്യക്തികൾക്കുമെതിരെ യു.എസ്. നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഏതാണ്ട് 35ഓളം സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെയാണ് നടപടി. ഇവർക്കെതിരെ യു.എസ്. നിലവിൽ കർശന ഉപരോധം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം, അതുപോലെ തന്നെ ഇപ്പോൾ നിരവധി രാജ്യങ്ങളിലുള്ള ഇറാൻ്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയത്, മറ്റ് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ, ഇപ്പോൾ ഇറാൻ്റെ വിമാന സർവീസുകൾ പുനരാരംഭിച്ചപ്പോൾ അതിനുമേലുള്ള നിയന്ത്രണങ്ങൾ, ഇവയൊന്നും ഇപ്പോൾ ഇറാനെ ഒരു സമ്മർദ്ദത്തിലാക്കാൻ ഒരു പര്യാപ്തമായിരുന്നില്ല. ഇറാൻ പിന്നെയും അമേരിക്കയ്ക്ക് നേരെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെ തുടർന്നു വന്നിരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇറാനെ കൂടുതൽ അവരുടെ സാമ്പത്തിക രംഗത്തെ കൂടുതൽ തകരാറിലാക്കി യു.എസുമായി ഒരു ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ ഈ നീക്കമെന്നാണ് വിലയിരുത്തുന്നത്. യു.എസ്. ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതാണ് ഈ നിലവിലെ ഉപരോധങ്ങളും നടപടികളും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ യു.എസിലുള്ള കമ്പനികൾക്കും പൗരന്മാർക്കും ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് മറ്റ് സഹകരിക്കാനുള്ള നിയന്ത്രണവും നിലവിൽ ഏർപ്പെടുത്തുമെന്ന് ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ്റെ ഈ നിഴൽ ബാങ്കിങ് ശൃംഖലയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി അവർക്ക് സാമ്പത്തിക സഹായങ്ങളും സൈനിക സഹായങ്ങളും നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മാത്രമല്ല ഇറാൻ്റെ IRGC ആയുധങ്ങൾ വാങ്ങുന്നതും അവർ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതും ഇത്തരം സ്ഥാപനങ്ങൾ മുഖേനയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇറാൻ്റെ ചില അനധികൃതമായിട്ടുള്ള എണ്ണ വിൽപ്പന, അതുപോലെ എണ്ണക്കടത്ത്, അവയ്ക്കും ഇത്തരം വ്യക്തികളും സ്ഥാപനങ്ങളും കൂട്ടുനിൽക്കുന്നതായിട്ടും യു.എസ്. ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് നിലവിലെ നടപടി എന്ന് നമുക്ക് കാണാനാകും. അപ്പോൾ വളരെ പ്രാധാന്യമുണ്ടല്ലോ അജയ്, ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് ശേഷം ഗൾഫ് രാഷ്ട്രത്തലവന്മാരുടെ ഒരു കൂടിക്കാഴ്ച സൗദി അറേബ്യയിൽ നടക്കുന്നു. ഹോർമുസിലെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അവർ വലിയ ആശങ്ക പങ്കുവെക്കുന്നു. ഇറാൻ അതിനുള്ള അവകാശമില്ല എന്ന് പറയുന്നു. യുദ്ധത്തിന് മുൻപുള്ള സ്ഥിതി ഹോർമുസിൽ തുടരണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. അത് വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാന്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇറാൻ കുറച്ചുകൂടി ഒറ്റപ്പെടുന്ന പശ്ചാത്തലം ഒരുക്കുമത്. തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് ശേഷം ഓൺലൈനായിട്ട് മാത്രമായിരുന്നു GCC രാഷ്ട്ര തലവന്മാർ യോഗങ്ങളും മറ്റും ചേർന്നിരുന്നത്. ഇപ്പോൾ നേരിട്ട് തന്നെ ഈ രാഷ്ട്രങ്ങളിലെ തലവന്മാർ ഇത്തരത്തിലൊരു യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സൗദിയിലാണ് ഇത്തരത്തിലൊരു ഉച്ചകോടി ചേർന്നത്. ഈ ഉച്ചകോടിയിൽ പല നയതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഹോർമുസ് കടലിടുക്ക് വിഷയം തന്നെയാണ്. ഹോർമുസ് കടലിടുക്കിൽ ടോൾ പിരിക്കാനുള്ള ഇറാൻ്റെ തീരുമാനത്തിനെതിരെ ഈ GCC രാജ്യങ്ങൾ നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ടോൾ പിരിക്കുന്നത് അനധികൃതമാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗത നിയന്ത്രണം അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അന്താരാഷ്ട്ര ഈ ജലപാതകളിൽ ഒരു ആഗോള തരത്തിലുള്ള നിയമങ്ങളാണ് വേണ്ടത് എന്ന് ഈ GCC രാജ്യങ്ങളുടെ തലവന്മാർ പറഞ്ഞു. ഖത്തറിൻ്റെ, അതുപോലെ ബഹ്റൈൻ്റെ, സൗദി, അതുപോലെ കുവൈറ്റ് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരും അതുപോലെ UAE വിദേശകാര്യ മന്ത്രി, അങ്ങനെ നിരവധി ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. എന്തായാലും ഇത്തരത്തിൽ ഈ നേരിട്ടുള്ള ഈ യോഗം അത് GCC രാജ്യങ്ങളുടെ ഒരു സഹകരണം കൂടി ഈ ഒരു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഊട്ടി ഉറപ്പിക്കുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു.